വർഷം 1995. കഴിഞ്ഞ 30 വർഷമായിട്ട് വളരെ ശക്തിയേറിയ റേഡിയോ ടെലിസ്കോപ്പുകൾ അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്ന് തന്നെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു പ്രൊജക്റ്റിനെ പറയുന്നത് SETI, സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ്. ഇനി കാണിക്കുന്നത് യൂട്ടായിലെ അമേരിക്കൻ ലബോറട്ടറീസ് ആണ്. അവിടെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലായിട്ട് ഒരു പെൺകുട്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവളുടെ പേര് സിൽ. അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവൾ ആ കൂട്ടിനകത്ത് കിടക്കുന്നതാണ് കാണുന്നത്. അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ ആ കണ്ടെയ്നർ ചുറ്റി 2-3 സയന്റിസ്റ്റുകളുണ്ട്. ഇതേസമയം തന്നെ കുറച്ച് മുകളിലത്തെ നിലയിലായിട്ട് ഈ ഒരു പ്രോജക്റ്റിന്റെ ഹെഡും നിൽക്കുന്നുണ്ട്. അയാളുടെ പേര് സേവിയർ, ഒരു മൊട്ടത്തലയൻ. അങ്ങനെ കുറച്ച് സമയം അവിടെ പരിശോധിച്ചതിന് ശേഷം അവിടെ നിന്നിരുന്ന സയന്റിസ്റ്റുകളൊക്കെ പുറത്തേക്ക് പോയി. അതിന് തുറന്ന് വേറെ 2 പേര് അങ്ങോട്ട് വന്നു. അവരുടെ കയ്യിൽ സയനൈഡിന്റെ സിലിണ്ടർ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സയനൈഡ് അടിച്ച പെണ്ണിനെ കൊല്ലാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വേഗം തന്നെ അവർ ആ കണ്ടെയ്നറിലേക്ക് ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്തു. എന്നിട്ട് സയനൈഡ് കടത്തിവിട്ടു. കുറച്ച് സമയത്തേക്ക് ആ പെണ്ണിന് അനക്കമൊന്നുമില്ല. എന്നാൽ പെട്ടെന്നാണ് ആ കണ്ടെയ്നർ പൊളിച്ചുകൊണ്ട് ആ പെണ്ണ് പുറത്തേക്ക് ചാടിയത്. അതിനുശേഷം അവൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഈ സമയം ഗ്ലാസ് പൊട്ടിയതുകൊണ്ട് സയനൈഡ് അവിടെ മൊത്തം സ്പ്രെഡായി. അത് കാരണം തൊട്ടടുത്ത് നിന്നിരുന്ന സയന്റിസ്റ്റുകളൊക്കെ താഴേക്ക് വീണു. ഈ സമയം ആ പെണ്ണാണെങ്കിൽ വെളിയിലേക്ക് ഓടാണ്. അവളെ പിടിക്കാനായിട്ട് കുറച്ച് പട്ടാളക്കാരും വരുന്നുണ്ട്. അങ്ങനെ അവൾ വേഗം തന്നെ അവിടുത്തെ വെയിലൊക്കെ ചാടി ഓടി. ഈ സമയമാകുമ്പോഴേക്കും ഹെലികോപ്റ്ററും വണ്ടികളിലായിട്ട് പട്ടാളക്കാർ അവളുടെ പുറകെ തന്നെയുണ്ട്. അതിനിടയിലാണ് അതിലൊരു ട്രെയിൻ കടന്നുപോയത്. പിന്നീട് കാണിക്കുന്നത് ഈ സിൽ എന്ന പെൺകുട്ടി കണ്ട ഒരു ദുസ്വപ്നമാണ്. ഏതോ ഒരു ജീവി ആ സ്വപ്നവും കണ്ടുകൊണ്ട് അവൾ ആ ട്രെയിനകത്താണ് കിടക്കുന്നത്. അതിനിടയിൽ ഒരുത്തൻ അവളെ ഉപദ്രവിക്കാൻ വന്നു. എന്നാൽ അതും മനസ്സിലായതും അവൾ അവനിട്ട് ഒരൊറ്റയിടി. ആ ഇടിയിൽ തന്നെ അവന്റെ ശരീരം മൊത്തം വളഞ്ഞ് അവൻ മരിച്ചുപോയി. അയാളുടെ പണി തീർത്തതിന് ശേഷം അവൾ അവിടെ നോക്കുമ്പോൾ ഒരു ബാഗ് അവിടെ കിടക്കുന്നു. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കുറെ ഡ്രസ്സ്. അവൾ വേഗം തന്നെ ആ ഡ്രസ്സൊക്കെ എടുത്തു. ഈ സമയം പട്ടാൾക്കാരാണെങ്കിൽ അവിടെ സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആൾക്കാർ അതിൽ നടക്കുന്നുണ്ട്. 2-3 ഹെലികോപ്റ്റർ അവിടെ ഇങ്ങനെ ഹോവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സേവിയറിനും കൂട്ടർക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ഏരിയയിലൂടെ 2-3 ട്രെയിൻ കടന്നു പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും അതിലേതെങ്കിലും ഒരു ട്രെയിനിലായിരിക്കും അവൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഈ റെയിൽവേ വഴി അന്വേഷിക്കാനാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തി. അതിനെ തുറന്ന് അവൾ സ്റ്റേഷനിലേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും കഴിക്കണം, അതിനുള്ള വകുപ്പ് വല്ലതുണ്ടോ എന്നാണ് അവൾ അവിടെ പരിശോധിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നപ്പം ആൾക്കാർ അവിടുന്ന് സാധനം വാങ്ങുന്നൊക്കെ അവൾ ശ്രദ്ധിച്ചു. പക്ഷെ അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അവൾ നോക്കിയപ്പം കുറച്ച് സാധനങ്ങൾ അവിടെ ഇരിക്കുന്നു. അവൾ അതെടുക്കാൻ തുടങ്ങിയപ്പം ആ കടക്കാരി അത് കണ്ടു. അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അവൾ വേഗം വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം അവൾ നോക്കുമ്പോൾ മറ്റൊരു ട്രെയിൻ അവിടെ ഒന്ന് കിടപ്പുണ്ട്. അവിടുത്തെ പോർട്ടർമാർ ലഗേജ് ഒക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൾ നൈസായിട്ട് ഒരു പാസഞ്ചറിന്റെ ബാഗ് കൊടുത്ത് ആ ട്രെയിനിലേക്ക് കയറി. അങ്ങനെ ട്രെയിനകത്ത് ഒരു സീറ്റിൽ ചെന്നിരുന്നതിന് ശേഷം അവൾ ആ ബാഗ് ഒക്കെ പരിശോധിച്ചു. അതിനകത്ത് TV പോലൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ന്യൂസ് ആണ് കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഡിവൈസ് അവൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര കൗതുകമായി. അങ്ങനെ കുറച്ച് സമയം ആ പരിപാടിയൊക്കെ കണ്ടതിന് ശേഷം അവൾ ട്രെയിനിന്റെ മുകളിലത്തെ നിലയിലേക്ക് പോയി. ഈ സമയം 2-3 ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. അവൾ അങ്ങോട്ട് കയറി ചെന്നതിനെ തുടർന്ന് അവരെല്ലാവരും താഴേക്ക് ഇറങ്ങിപ്പോയി. ഇതൊരു റെസ്റ്റോറന്റും കൂടെയാണ്. ഇപ്പൊ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അവൾ അവിടുത്തെ മേശവൽപ്പൊക്കെ തുറന്നു. അതിനകത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. നൈസായിട്ട് അവൾ ആ പൈസയൊക്കെ എടുത്തു. എന്നിട്ട് അവൾ അടുത്തായിട്ട് പോകുന്നത് കിച്ചണിലേക്കാണ്. അവിടെ കഴിക്കാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം അവൾ അവളുടെ ബാഗിലേക്ക് വാരി നിറച്ചു. ഈ സമയം കിച്ചണിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാളെ കണ്ടപ്പം അവൾ അവിടേക്ക് മറഞ്ഞു വന്നു. എന്നിട്ട് അയാൾ പോയി കഴിഞ്ഞപ്പം പിന്നെ അവൾ സാധനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ആ ബാഗൊക്കെ നിറച്ചതിന് ശേഷം അവൾ തിരിച്ച് അവളുടെ സീറ്റിലേക്ക് എത്തി. അവൾക്കാണെങ്കിൽ നന്നായിട്ട് വിശന്നിട്ട് വയ്യ. അങ്ങനെ അവൾ ബാഗിൽ നിന്നൊരു പഴം എടുത്തു. എന്നിട്ട് തൊലി പോലും കളയാതെ അവൾ അതിൽ കടിച്ചു. എന്നാൽ ഈ സമയത്താണ് TTR അങ്ങോട്ട് വരുന്നത്. പക്ഷെ അവളുടെ കയ്യിൽ കൊടുക്കാൻ ടിക്കറ്റ് ഇല്ല. പക്ഷെ അവൾ പൈസ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ പൈസ എടുത്ത് അവൾ TTRന് കൊടുത്തു. എന്നാൽ ഇവൾ ചെറിയൊരു കുട്ടി ആയതുകൊണ്ട് പകുതി പൈസ അവർ മേടിക്കുന്നുള്ളൂ. അങ്ങനെ TTR പോയതിനു ശേഷം അവൾ പിന്നെ ആ പഴം കഴിച്ചു. ഇതേസമയം സേവിയറും കൂട്ടരും അവൾ ആദ്യം വന്ന ഗുഡ്സ് ട്രെയിൻ ഉണ്ടല്ലോ അത് പരിശോധിക്കുകയാണ്. അതിൽ ആ മരിച്ചു കിടക്കുന്ന ആളെയൊക്കെ അവർ ചെക്ക് ചെയ്തു. മാത്രമല്ല അയാളുടെ DNA ടെസ്റ്റും നടത്തി. അതിൽ നിന്നും അവളെ തന്നെയാണ് അയാൾ അറ്റാക്ക് ചെയ്തത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സേവിയർ പറയുന്നത് ഈ പാളങ്ങൾ കടന്നു പോകുന്ന ഏതൊക്കെ സ്റ്റേഷൻ ഉണ്ടോ അവിടെ മൊത്തം പരിശോധന നടത്തണമെന്നാണ്. ഇനി കാണിക്കുന്നത് ലെനോക്സ് എന്ന് പറയുന്ന ഒരാളെയാണ്. അയാൾ കുറച്ച് ദിവസത്തേക്ക് ജോലി ആവശ്യത്തിന് പുറത്തേക്ക് പോവാണ്. അതുകൊണ്ട് അയാൾ അയാളുടെ പൂച്ചയെ അയൽക്കാരെ ഏൽപ്പിച്ചു. അടുത്തായിട്ട് കാണിക്കുന്നത് ഡാൻ എന്ന് പറഞ്ഞ ഒരാൾ. അയാളിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്താണ്. ഇയാൾക്കൊരു സൂപ്പർ പവർ ഉണ്ട്. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് അയാൾക്ക് അത് മുൻകൂട്ടി അറിയാൻ പറ്റും. മാത്രമല്ല ഒരാളുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അയാളുടെ ഫീലിങ്സ് ഇയാൾക്ക് മനസ്സിലാവും. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് അയാൾക്ക് ഗുണവുമാണ്, അതേപോലെ തന്നെ ദോഷവുമാണ്. അതുകൊണ്ടാണ് ഇയാൾ ഇപ്പോൾ ഈ സൈക്യാട്രിസ്റ്റിനെ കാണാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സെക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അയാളെ അന്വേഷിച്ചിട്ട് ഗവൺമെന്റിന്റെ ഒരാൾ വന്നത്. അത് അയാൾക്ക് മുൻകൂട്ടി കാണാനും പറ്റി. അതുകൊണ്ട് അയാൾ വേഗം ചെന്നിട്ട് വാതിൽ തുറന്നു. അയാളുടെ കൂടെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ സമയത്തിന്റെ സില്ലാണെങ്കിൽ അടുത്തൊരു ദുസ്വപ്നം കാണാണ്. ഒരു ഭീകര ജീവിയെ പോലെ ഇരിക്കുന്ന ഒരു ട്രെയിൻ അവളെ ഇടിക്കാനായിട്ട് അവളുടെ പുറകെ വരുന്നു. അതിന് തുറന്ന് അവൾ ഞെട്ടി എഴുന്നേറ്റു. ഇപ്പോഴും അവൾ ആ ട്രെയിനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവൾ അടിച്ചു മാറ്റിയ കുറെ ഭക്ഷണ സാധനങ്ങളുണ്ടല്ലോ അതിന് കുറെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവൾ അതെല്ലാം ആർത്തിയോടെ ഭക്ഷിക്കുകയാണ്. എന്നാൽ അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവളുടെ ശരീരത്തിൽ എന്തോ സംഭവിക്കുന്നത്. അവൾ കണ്ണാടിയിൽ ചെന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അവളുടെ മുഖത്തു നിന്നും കുറെ ടെന്റക്കിൾ പുറത്തേക്ക് വന്നു. ഉറക്കെ നിലവിളിക്കാൻ മാത്രമേ അവളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. ഇനി കാണിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ലെനോക്സും പിന്നെ ഡാനും ഉണ്ടല്ലോ. അവരെ രണ്ടുപേരെയും ആ സേവിയറിന്റെ സ്ഥലത്തേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇവരെ കൂടാതെ വേറെ 2 പേരും കൂടെ ഉണ്ട്.
അങ്ങനെ അവരെല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു. ഡാന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവന് ആൾക്കാരുടെ മനസ്സ് വായിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സേവിയറിനും കൂട്ടനും ഇവന് ഉപകാരപ്പെടും. പിന്നെ ഉള്ളത് നമ്മുടെ സ്പൈഡർമാൻ 2 വില്ലൻ. അയാളുടെ ഈ സിനിമയിലെ പേര് സ്റ്റീഫൻ. ഇയാൾ ഒരു ഡോക്ടറാണ്. പിന്നെ ആ ലേഡിയുടെ പേര് ലോറ. അവളൊരു ബയോളജിസ്റ്റ് ആണ്. പിന്നെ ലെനോക്സ്. ഈ മിലിറ്ററിക്കാർക്ക് ഈ പിടികിട്ടാപ്പുള്ളികളൊക്കെ പിടിച്ചു കൊടുക്കുന്നത് ഇവന്റെ ജോലിയാണ്. പിന്നെ ആൾക്കാരെ കൊല്ലുന്നു. പക്ഷെ ഇവർക്ക് 4 പേർക്ക് അറിയത്തില്ല എന്തിനാണ് ഇവരിങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ സമയം തന്നെ ആ ട്രെയിനകത്ത് സില്ലിന്റെ റൂമിൽ നിന്നും TV വെച്ചിരിക്കുന്ന ശബ്ദം കേട്ടു. സമയം കുറെ ആയതുകൊണ്ട് അവളോട് ഉറങ്ങാൻ പറയാൻ വേണ്ടി ആ TTR ലേഡി അകത്തേക്ക് വന്നു. എന്നാൽ അവരവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ബാത്റൂമിനകത്ത് ഒരു വലിയ കൊക്കൂൺ. അത് കണ്ട് കണ്ണ് തള്ളി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കൊക്കൂണിൽ നിന്നൊരു കൈ വന്നിട്ട് അവളെ പിടിക്കുന്നത്. എന്നാൽ ട്രെയിൻ ഉച്ചത്തിൽ ഹോൺ അടിച്ചുകൊണ്ട് അവളുടെ നിലവിളി ആരും കേട്ടില്ല. പിന്നീട് കാണിക്കുന്നത് ആ കൊക്കൂണിനകത്ത് നിന്നും വളർന്നു വലുതായ സില്ല് വെളിയിലേക്ക് വരുന്നതാണ്. അവളിപ്പോ ഒരു യുവതിയായി കഴിഞ്ഞു. ഈ സമയം തന്നെ സേവിയർ ആണെങ്കിൽ ഡാന്റെയും കൂട്ടരെയും അയാളുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് എന്തിനാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാര്യം ഒരിടത്ത് വിശദീകരിക്കുകയാണ്. 1974 നവംബറിൽ സേറ്റിയിൽ നിന്നുള്ള ഒരു സംഘം ഈ അന്യഗ്രഹജീവികൾക്ക് വേണ്ടി ഒരു മെസ്സേജ് അയച്ചു. ആർസിബോ എന്നാണ് അതിനെ പറയുന്നത്. നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ചും നമ്മുടെ ഭൂമിയെക്കുറിച്ചും ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും മനുഷ്യരുടെ DNA കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ട് ആ മെസ്സേജിലുണ്ട്. അങ്ങനെ 1993 ആയപ്പോൾ അതിനൊരു റിപ്ലൈ വന്നു. അത് ഏലിയൻ അയച്ച മെസ്സേജ് ആയിരുന്നു. 2 തവണയാണ് ആ ഏലിയൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നത്. ആദ്യത്തെ തവണ നമ്മൾ അങ്ങോട്ടൊരു കാര്യം ആവശ്യപ്പെടുമായിരുന്നു, അതായത് മീഥെയ്ൻ ഉണ്ടാക്കാനുള്ള ഒരു പുതിയ സെറ്റപ്പ്. അത് അവർ പറഞ്ഞു തരികയും ചെയ്തു. നമുക്കിപ്പോൾ ഇഷ്ടം പോലെ ഈ പ്രകൃതിക്ക് ദൂഷ്യം ചെയ്യാത്ത ഇന്ധനമുണ്ട്. എന്നാൽ രണ്ടാമത്തെ കാര്യം ആവശ്യപ്പെട്ടത് ആ അന്യഗ്രഹജീവികളായിരുന്നു. നമ്മളായിട്ട് സുഹൃത്തുക്കളായതുകൊണ്ട് നമ്മൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. അവരാവശ്യപ്പെട്ടത് അവരുടെ DNA നമ്മുടെ മനുഷ്യനുമായിട്ട് മിക്സ് ചെയ്യാനായിരുന്നു. അങ്ങനെ ആ ഏലിയൻസ് പറഞ്ഞതുപോലെ 7 തവണ മിക്സിംഗ് നടന്നു. അതിൽ 4 എണ്ണം അപ്പം തന്നെ നശിച്ചുപോയി. 2 എണ്ണം ലിക്വിഡ് നൈട്രജനിൽ സൂക്ഷിച്ചു വെച്ചു. ഒരെണ്ണത്തിന് വളരാനും അനുവദിച്ചു. അതൊരു പെൺകുട്ടിയായിരുന്നു. അതിന് ഞങ്ങൾ കൊടുത്ത പേര് സിൽ എന്നാണ്. പെൺകുട്ടി ആവണം എന്ന കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. കാരണം പെൺകുട്ടി ആയിക്കഴിഞ്ഞാൽ വളർന്ന് വലുതായി വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാവുമല്ലോ. എന്നാൽ അവളുടെ വളർച്ച ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു. ഒറ്റ ആഴ്ച കൊണ്ട് അവൾ കുഞ്ഞായിട്ട് മാറി. 1 മാസം കൊണ്ട് അവൾ നടക്കുന്ന നിലയിലേക്ക് എത്തി. ആ 1 മാസം പ്രായമായ സില്ലിന്റെ ഒരു വീഡിയോയും കൂടെ സേവിയർ ഇപ്പം എല്ലാവരും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളിങ്ങനെ ക്യാമറയിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണത്. ആ നോട്ടത്തിൽ നിന്നും അവളുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം ഡാൻ അപ്പത്തിന് മനസ്സിലായി. അവളൊരു കൂട്ടിലിട്ടാണ് ഇവർ വളർത്തിയത്. അതൊന്നും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. മാത്രമല്ല അവൾ എന്തോ മനസ്സിൽ മറച്ചു വയ്ക്കുന്നുണ്ട്. അടുത്തായിട്ട് സേവിയർ അവരെ കാണിച്ചത് സില്ലിന് 3 മാസം പ്രായമായപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ്. അതിൽ അവൾ കിടക്കുന്നതായിട്ടാണ്. അവൾ കണ്ണടച്ച സമയത്ത് കണ്ണിങ്ങനെ വല്ലാണ്ട് വെട്ടുന്നു. അവൾ വല്ലാണ്ട് പേടിച്ച പോലെ. മാത്രമല്ല അവളുടെ പുറത്തു നിന്നും എന്തോ ഒരു സാധനം വെളിയിലേക്ക് തള്ളിയും വന്നു. അതിൽ നിന്ന് അവൾ എന്തോ ഒരു സ്വപ്നം കണ്ട് പേടിച്ചാണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. അടുത്തായിട്ട് സേവിയർ അവരെ കാണിച്ചത് അന്ന് അവൾ ആ സൈനൈഡ് അടിച്ച് കൊല്ലാൻ നോക്കിയപ്പം അവൾ ആ കൂട് പൊട്ടിച്ച് വെളിയിലേക്ക് ചാടിയില്ലായിരുന്നു. ആ വീഡിയോ ആണ്. അതിനെ തുടർന്ന് അവൾ അവിടുന്ന് രക്ഷപ്പെട്ട് ട്രെയിനിൽ വെച്ചിട്ട് ഒരാളെ കൊന്നു. അയാളുടെ ഫോട്ടോയും കൂടെ സേവിയർ ഇപ്പം എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. എന്നിട്ട് അയാൾ പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഇവളെ പിടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. ഈ സമയം തന്നെ സില്ലുള്ള ട്രെയിൻ ആണെങ്കിൽ ലോസ് ഏഞ്ചലസിൽ നിർത്തി. ആ TTR കൊന്നതിന് ശേഷം അവളുടെ ഡ്രസ്സ് ഇട്ടിട്ടാണ് സില്ല് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയത്. അതിൽ നടക്കുന്ന സമയം അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവള് കുട്ടികളെ വരെ അവരൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അവൾ റെയിൽവേ സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സേവിയറും കൂട്ടരും ഇപ്പോൾ ഒരു ഹെലികോപ്റ്ററിൽ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ആ TTR ആ ട്രെയിനിൽ കടന്ന് മരിച്ച കാര്യമൊക്കെ ഇപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ട്. ആ കമ്പാർട്ട്മെന്റിലേക്ക് കയറിയപ്പം അവിടുത്തെ കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. മാത്രമല്ല അവൾ അവിടെ കഴിച്ചു വെച്ചിരുന്ന കുറെ ഫുഡിന്റെ വേസ്റ്റ് ഉണ്ടല്ലോ, അതും അവർ പരിശോധിക്കുന്നുണ്ട്. അതിൽ നിന്നും അവൾ അവളുടെ ശരീരത്തിലേക്ക് നല്ല രീതിയിൽ കലോറി കയറ്റുന്നുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. കൂടാതെ ആ കൊക്കൂൺ കണ്ടപ്പോൾ ലോറ പറയുന്നത് കൊക്കൂണിൽ നിന്നാണ് അവൾ ഇറങ്ങിയതെങ്കിൽ അവൾ ഇപ്പോൾ പൂർണ്ണ വളർച്ചയിലെത്തി കാണുന്നതാണ്. അങ്ങനെ ട്രെയിനിലെ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി. അവർക്ക് അവിടെ നിന്ന് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഡാനും കൂട്ടരും സേവിയറിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആ കണ്ടക്ടർ പരിശോധിച്ചതിൽ നിന്നും അവരുടെ ഡ്രസ്സോ ID കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒന്നും തന്നെ കാണുന്നില്ല. അതിൽ നിന്നും അതെല്ലാം അവൾ എടുത്തോണ്ട് പോയി എന്ന കാര്യം ഉറപ്പിക്കാം. അതുകൊണ്ട് ആ TTR ക്രെഡിറ്റ് കാർഡ് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ അവളെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരും. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം, സില്ലിന് ഭീഷണിയാണെന്ന് തോന്നുന്ന ആരെ വേണമെങ്കിലും അവൾ കൊല്ലും. അതിന് അവൾ ഒരു മടിയും കാണിക്കത്തില്ല. മൂന്നാമത്തെ കാര്യം, അവളിപ്പോൾ പോയിരിക്കുന്നത് ലോസ് ഏഞ്ചലസിലേക്കാണ്. ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഉണ്ട്. മാത്രമല്ല എന്ത് കാര്യം ഉപയോഗിക്കുന്നതിലും അവിടെ അങ്ങനെ കർശന നിയമങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സില്ലി സിറ്റിയിലേക്ക് ചെന്ന് എന്ത് കാണിച്ചാലും അവളെ കണ്ടുപിടിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കത്തില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ സേവിയർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സിറ്റിയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് അവളെ പിടിക്കണം എന്നാണ്. ഇതേ സമയത്തിന് സില്ലാണെങ്കിൽ ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ നടക്കുകയാണ്. അതിനിടയിൽ അവിടെ ഒരു കടയിലായിട്ട് നല്ല വെളുത്തൊരു ഡ്രസ്സ് അവൾ കണ്ടു. അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ കടയിലേക്ക് കയറി അവൾ ആ ഡ്രസ്സ് ഇട്ടു. ആ കടക്കാരി കാശ് വയ്ക്കുമ്പോൾ അവൾ അവളുടെ കയ്യിൽ ചുരുട്ടി കൂട്ടിയ ആ ഡോളർ നോട്ടുകളൊക്കെ അവർക്ക് കൊടുത്തു. അത് കാണുമ്പോൾ ആ കടക്കാരി വയ്ക്കുന്നത് ഇങ്ങനെയാണോ പൈസയൊക്കെ കൊണ്ടു നടക്കുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, വല്ല ഉടായ്പ കാണിക്കുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ ഈ പൈസ മൊത്തം അവന്മാർ അടിച്ചു മാറ്റിയനെ എന്ന് പറഞ്ഞിട്ട് ആ ലേഡി ചേഞ്ച് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞു. ഈ സമയം ആ ലേഡി പ്രഗ്നന്റ് ആണ് എന്ന കാര്യം കൂടി സില്ലി ശ്രദ്ധിച്ചു. അവൾ ഈ വാച്ച് ചെയ്യുന്നത് ഈ ഭൂമിയിൽ എങ്ങനെയാണ് മനുഷ്യർ റീപ്രൊഡക്ഷൻ നടത്തുന്നതാണ്. അങ്ങനെ കടയിലെ കാര്യമൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം അവൾ അവിടുന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇഷ്ടം പോലെ ആൾക്കാർ അവൾക്കെതിരെ നടന്നു വരുന്നുണ്ട്. അവരെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടാണ് സില്ലെതിരെ നടക്കുന്നത്.
അതിൽ കാലുകൊണ്ട് വയ്യാത്ത ആൾക്കാരുണ്ട്, പ്രഗ്നന്റ് ആയ ആൾക്കാരുണ്ട്, പിന്നെ ചെറിയ കുട്ടികളുണ്ട്. ഇവരൊക്കെ നോക്കി അവൾ നേരെ പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. എന്നിട്ട് അവിടെ ചെന്ന് റൂം എടുത്തു. റൂമിലേക്ക് ചെന്നതിന് ശേഷം അവള് TV വെച്ചിട്ട് അതിലെ പരിപാടിയൊക്കെ കാണാൻ തുടങ്ങി. ആ TVയിലെ പ്രോഗ്രാമിൽ ഒരാണും പെണ്ണും തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു പെണ്ണ് ആണുമായിട്ടാണ് ഇണചേരുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഇതേസമയം തന്നെ സേവിയറും കൂട്ടരും ഇപ്പൊ അവരുടെ പുതിയൊരു ലാബിൽ കൂടിയിരിക്കുകയാണ്. ആ ഏലിയൻ DNA ഉണ്ടല്ലോ, അതിനെ മാത്രം ഒന്ന് വികസിപ്പിച്ചെടുത്ത് അതിനെ പഠിക്കാനാണ് അവരുടെ ശ്രമം. അങ്ങനെ വരുമ്പോൾ ഈ സില്ല എന്തൊക്കെ ചെയ്യുമെന്നും അവളുടെ സ്വഭാവം എങ്ങനെയാണെന്നും എല്ലാ കാര്യങ്ങളും ഇവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആ DNA വികസിപ്പിക്കാൻ വേണ്ടി ലോറ ഇപ്പൊ അതിനെ ഒരു കോശത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അതായത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ക്യാമറ ഓഫായി പോയത്. അതിനെ തുറന്ന ക്യാമറ മാറ്റിവെക്കാൻ വേണ്ടി സില്ല് ലെനോക്സിനെയും കൂട്ടി അവിടെ ഒരു കൂട്ടിനുള്ളിലേക്ക് നടന്നു. ഒരു ചെറിയ ഗ്ലാസ് കണ്ടെയ്നറിന്റെ അകത്ത് വെച്ചിട്ടാണ് അവർ ആ പരീക്ഷണം നടത്തിയത്. അങ്ങനെ ഗ്ലാസ് കണ്ടെയ്നർ ഓപ്പൺ ചെയ്തതിനു ശേഷം ലോറ ഇപ്പോൾ അവിടുത്തെ ക്യാമറയൊക്കെ മാറ്റിവെച്ചു. എന്നിട്ട് രണ്ടാമത്തെ ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുറത്തിരിക്കുന്ന സേവിയറും കൂട്ടരും ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ആ DNA വളരാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അയാൾ ഉടനെ തന്നെ ആ കണ്ടെയ്നർ ക്ലോസ് ചെയ്യാനാണ് അകത്ത് നിൽക്കുന്നവരോട് പറയുന്നത്. എന്നാൽ അവരത് ക്ലോസ് ചെയ്യാൻ നേരത്ത് അതിന്റെ ഒരു ബോൾട്ട് ഇളകി താഴേക്ക് വീണു. ലെനോക്സ് ഉടനെ തന്നെ ആ ബോൾട്ട് തപ്പിയെടുക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ആ കൂട്ടിനകത്ത് നിന്നും ആ ജീവി നല്ല വേഗതയിൽ വളരുകയാണ്. ഇതും കൂടെ കണ്ടപ്പോൾ സേവിയർ പറയുന്നത് ഇനി അവർക്ക് വേണ്ടി വാതിൽ തുറന്നെടുക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ആ ജീവി ഇവരുടെ ദേഹത്തേക്ക് ആയിട്ടുണ്ടാവുന്നതാണ്. ആ ജീവി ഇങ്ങനെ വളർന്നു കാണുമ്പോൾ ലെനോക്സും ലോറിയും വേഗം ചെന്ന വാതിലിന് മുട്ടി. എന്നാൽ എന്ത് പറഞ്ഞിട്ടും സേവിയർ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. അതിനിടയിൽ ആ ജീവിയെ കൊല്ലാൻ വേണ്ടി സേവിയർ ഒരു ബട്ടൺ ഞെക്കി ആ ജീവിയെ കത്തിച്ചു കളഞ്ഞു. എന്നിട്ടും ആ ജീവി ചാവുന്നില്ല. അതിന്റെ ഒരു കഷ്ണപ്പ് വെളിയിലേക്ക് ചാടി. ലെനോക്സ് ഇപ്പം ആ കഷ്ണവുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ അവനൊരു വലിയ കമ്പി വെച്ചിട്ട് ആ കഷ്ണത്തിനൊരു കുത്തു കൊടുത്തു. പക്ഷെ എന്നിട്ടും അത് ചത്തില്ല. അത് പിന്നെയും നല്ല വേഗതയിൽ വളർന്നു വന്നു. ഈ സമയം പുറത്തു നിൽക്കുന്ന ഡാൻ ആണെങ്കിൽ ആ വാതിൽ തുറന്നു കൊടുക്കാൻ പറയുന്നുണ്ട് ലെനോക്സിനെയും ലോറയും വെളിയിലേക്ക് ഇറക്കാൻ വേണ്ടി. പക്ഷെ സേവിയർ സമ്മതിക്കുന്നില്ല. അത് കാണുമ്പോൾ ഡാൻ ചെന്നിട്ട് വാതിൽ തുറന്നു കൊടുത്തു. എന്നിട്ട് വേഗം തന്നെ അവരെ പുറത്തേക്ക് ഇറക്കിയിട്ട് അവർ ആ റൂം മൊത്തം അങ്ങോട്ട് കത്തിച്ചു കളഞ്ഞു. ഈ സമയം തന്നെ സില്ലാണെങ്കിൽ കുളിച്ച് റെഡിയായി ഇപ്പൊ ഹോട്ടലിന്റെ റിസപ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് അവൾ ചോദിക്കുന്നത് എവിടെ എനിക്കൊരു ആണിനെ കാണാൻ പറ്റുന്നതാണ്. അവളുടെ ഉദ്ദേശം മനസ്സിലായി കഴിഞ്ഞപ്പോൾ അയാൾ ഒരു ക്ലബിന്റെ പേര് പറഞ്ഞു കൊടുത്തു. എന്നാൽ പോകാൻ നേരം അവളുടെ ക്രെഡിറ്റ് കാർഡ് അവിടെ സ്വൈപ്പ് ചെയ്തിട്ടാണ് അയാൾ അവിടെ പറഞ്ഞു വിട്ടത്. അവിടെ സ്വൈപ്പ് ചെയ്ത ക്രെഡിറ്റ് കാർഡ് ആ ട്രെയിനിലെ TTRന്റേതാണ്. ഈ സേവിയറും കൂട്ടരും അതിനെ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഹോട്ടലിൽ അത് സ്വൈപ്പ് ചെയ്തപ്പം സേവിയറിന് കാര്യം മനസ്സിലായി. അവൻ ഉടനെ തന്നെ ലെനോക്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇതേസമയം തന്നെ സില്ലാണെങ്കിൽ ആ ഹോട്ടലിൽ ആള് പറഞ്ഞ പ്രകാരം ആ ക്ലബിലേക്ക് എത്തി. ഒരുപാട് ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ അതിൽ നടക്കുന്നതിനിടയിൽ അവൾ ഒരുത്തൻ അവിടെ പരിചയപ്പെട്ടു. എന്നാൽ അവനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് വേറൊരു പെണ്ണ് വന്നിട്ട് അവനോട് മുട്ടുന്നത്. അത് കണ്ടപ്പം സില്ലിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവനോട് സംസാരിച്ചതിന് ശേഷം ആ പെണ്ണ് നേരെ പോയത് ബാത്റൂമിലേക്കാണ്. ഈ സമയം സില്ല് അവളുടെ പുറകെ പോയി. എന്നിട്ട് ബാത്റൂമിൽ വെച്ചിട്ട് സില്ല് അവളെ കൊന്നു കളഞ്ഞു. സില്ലിന്റെ ആ ഏലിയൻ കൈ അവളുടെ പുറത്ത് കുത്തി ഇറക്കിയാണ് അവൾ ആ പെണ്ണിന്റെ പണി തീർത്തത്. ഈ സമയമാകുമ്പോഴേക്ക് സേവിയറും കൂട്ടരും ആ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത ആ ഹോട്ടലിലേക്ക് എത്തി. എന്നിട്ട് അയാളോട് കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ അവൾ ഏത് ക്ലബിലേക്കാണ് പോയിരിക്കുന്നത് എന്ന കാര്യം അയാൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വേഗം തന്നെ അവർ ആ ക്ലബിലേക്ക് എത്തി. എന്നാൽ അവിടെയൊക്കെ തെരഞ്ഞിട്ടും സില്ലിനെ മാത്രം അവർ കണ്ടില്ല. എന്നാൽ ബാത്റൂമിൽ മരിച്ചു കിടക്കുന്ന ആ പെണ്ണിനെയൊക്കെ അവർ കണ്ടു. അങ്ങനെ ആ സെർച്ചിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം സില്ലാണെങ്കിൽ വേറൊരുത്തനെ വളച്ചിട്ട് അവന്റെ കൂടെ അവന്റെ കാറിൽ കയറി നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. ഈ സമയം തന്നെ സേവിയറും കൂട്ടരും സിൽ ആരുടെ കൂടെയാണ് പോയത് എന്ന കാര്യമൊക്കെ ആ ക്ലബിൽ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു. ആ അന്വേഷണത്തില് റോബി എന്നൊരുത്തിന്റെ കൂടെയാണ് അവൾ പോയിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയം തന്നെ സില്ലാണെങ്കിൽ റോബിയുടെ കൂടെ അവന്റെ വീട്ടിലേക്ക് എത്തി. റോബി ഇപ്പൊ കുളിച്ച് റെഡിയായി വന്ന് അവളെ കയറി പിടിച്ചു. എന്നാൽ ഈ സമയം അവൻ എന്തോ അസുഖമുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ അതിൽ താല്പര്യം കാണിക്കുന്നില്ല. എന്നാൽ റോബി ആണെങ്കിൽ വിടോ അവൻ അവളുടെ ശരീരത്തിൽ ബലം പ്രയോഗിച്ചു. ഈ സമയം അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ഓക്കെ എന്നും പറഞ്ഞിട്ട് അവനെ കിസ് ചെയ്തു. എന്നാൽ ആ കിസ് ചെയ്യുന്ന സമയം അവൾ അവളുടെ നാക്ക് അവന്റെ തലയിലൂടെ തുളച്ച് അവനെ കൊന്നുകളഞ്ഞു. അങ്ങനെ ആ പരിപാടിയൊക്കെ അവൾ തീർത്തു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പം സേവിയറും കൂട്ടരും കണ്ടെത്തി. എന്നാൽ അതിനകത്തേക്ക് വന്നപ്പം അവിടെ മരിച്ചു കിടക്കുന്ന റോബിയുടെ ശരീരം മാത്രമേ അവർക്ക് കാണാൻ സാധിച്ചുള്ളൂ. ഇപ്പൊ 2 മരണങ്ങൾ അവർ കണ്ടു. ഇതിൽ നിന്നും ഡാനും കൂട്ടർക്കും മനസ്സിലായ കാര്യങ്ങളൊക്കെ അവർ സേവിയറിന്റെ അടുത്ത് പറഞ്ഞു. ആ ക്ലബിലെ പെണ്ണിനെ അവൾ കൊന്നു കളഞ്ഞത് ഒരു പ്രതികാരമായിരുന്നു. എന്നാൽ ഈ റോബിയുടെ വീട്ടിലേക്ക് അവൾ വന്നത് ഇണ ചേരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവൻ ഈ കിടക്കുന്ന കണ്ടിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ ഇവൻ എന്തെങ്കിലും അസുഖം കാണും. അതുകൊണ്ടായിരിക്കും അവൾ ആ കാര്യത്തിൽ നിന്ന് പിന്മാറിയത്. പിന്നീട് ഇവൻ ബലം പ്രയോഗിച്ചപ്പോഴായിരിക്കും അവൾ ഇവനെ കൊന്നിട്ടുണ്ടാവുക. ഇത്രയും കാര്യങ്ങളൊക്കെ ലോറ പറഞ്ഞതിന് ശേഷം അവൾ അവിടുത്തെ വേസ്റ്റ് ബിൻ ചെന്ന് ചെക്ക് ചെയ്തു. അതിൽ നിന്നും ഇൻസുലിന്റെ ഒരു മരുന്ന് ഒക്കെ കിട്ടി. അതും കൂടെ ആയപ്പം അപ്പൊ ഇവന് ഡയബറ്റീസ് ആയത് കാരണം അവൾ ഇവനെ ഒഴിവാക്കിയതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സില്ലിപ്പം ആ റോബിയുടെ കാറും എടുത്ത് അവൾ താമസിച്ച ഹോട്ടലിലേക്ക് വന്നു. എന്നാൽ അതിന്റെ മുറ്റത്ത് മുഴുവൻ പോലീസുകാരും പട്ടാളക്കാരൊക്കെയാണ്. അതുകൊണ്ട് വണ്ടി അവിടെ നിർത്താതെ അവൾ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. ഈ സമയം സില്ലിന്റെ റൂമിന്റെ അകത്താണെങ്കിൽ സേവിയറും കൂട്ടരും അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഡാൻ ഇപ്പൊ ഒരു കാര്യം സെൻസ് ചെയ്തിട്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞു. ഈ ഹോട്ടലിന്റെ മുറ്റത്ത് ഇത്രയും പോലീസുകാരും പിന്നെ കുറെ കാറുകളും നിർത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ട് അവൾ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല എന്ന്. ഇനി കാണിക്കുന്നത് ഒരു ഭീകര ഏലിയൻ രൂപമാണ്. ഈ രൂപത്തിനാണ് സിൽ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണാറുള്ളത്. അതായത് ഇവളുടെ ശരീരത്തിനകത്തുള്ള ആ ഏലിയൻ ഉണ്ടല്ലോ അതിന്റെ രൂപമാണത്. ഇപ്പൊ ആ സ്വപ്നം കണ്ടുകൊണ്ട് ആളിപ്പോ ഞെട്ടി എഴുന്നേറ്റു. സമയം രാവിലെ അവൾ ആ കാറിൽ തന്നെ ബീച്ചിൽ ഒരു സ്ഥലത്തിരിക്കുകയാണ്. അങ്ങനെ എഴുന്നേറ്റതിന് ശേഷം അവൾ വേഗം വണ്ടി എടുത്തു. എന്നാൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം വണ്ടിയുടെ പെട്രോൾ തീർന്നു.
അതുകൊണ്ട് തന്നെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് അവൾ അതിലിറങ്ങി നടക്കാൻ തുടങ്ങി. ആരെ ഇനി വളച്ചെടുക്കാം എന്നൊക്കെ നോക്കിയിട്ടാണ് അവൾ അതിനെ നടക്കുന്നത്. അതിനിടയിലാണ് ഒരു കാറ് വന്നിട്ട് അവൾ ഇടിച്ചത്. അതോടുകൂടി അവൾ തെറിച്ചു പോകണം. എന്നാൽ കാറാണെങ്കിൽ അവിടെ നിർത്താതെ പോയി. അങ്ങനെ അവൾ അവിടെ വീണെടുക്കുന്നുണ്ട്. കുറെ ആൾക്കാരൊക്കെ അവിടെ കൂടി. ആ കൂട്ടത്തിൽ വേറൊരുത്തരുണ്ടായിരുന്നു. ഇവന്റെ പേര് ജോൺ. അവൻ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അവൾക്ക് ബോധമില്ലാത്തതുകൊണ്ട് അവൻ തിരിച്ച് അവന്റെ വണ്ടിയിലേക്ക് ചെന്ന് ഫോൺ എടുത്തിട്ട് ആംബുലൻസിൽ വിളിച്ചു. ഈ സമയം തന്നെ ഒരു പോലീസുകാരൻ സില്ല അവിടെ നിർത്തിയിട്ട് ആ റോബിയുടെ കാർ ഉണ്ടല്ലോ അത് പരിശോധിക്കുകയാണ്. ഈ സേവിയറും കൂട്ടരും ഈ കാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സംശയം തോന്നി ആ പോലീസുകാരനെ പറ്റി ചെക്ക് ചെയ്യുന്നത്. അതിനിടയിൽ സേവിയറും കൂട്ടരും ഇപ്പൊ അവരുടെ ഓഫീസിലിരുന്ന് സില്ലിന്റെ ആ ഹോട്ടലത്തെ വീഡിയോ ചെക്ക് ചെയ്യാണ്. ഇപ്പൊ ഈ സില്ല് വളർന്നു വലുതായതുകൊണ്ട് ഇവർക്ക് ഇവളുടെ മുഖം തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പൊ ഇവർ നോക്കുന്ന CCTV ഫുട്ടേജിലും അവളുടെ മുഖം ക്ലിയർ അല്ല. അത് എൻഹാൻസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. തീരെ ക്ലിയർ ഇല്ലാത്തൊരു വീഡിയോ ആണത്. ഇപ്പൊ സ്റ്റീഫൻ പറയുന്നത് അവൾ എന്തായാലും ഒരു റീപ്രൊഡക്ഷൻ നടത്താൻ ഒരു ആണിനെ അന്വേഷിച്ച് നടക്കായിരിക്കും. അവൾക്ക് എങ്ങനെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അത് ആൺകുട്ടിയാണെങ്കിൽ 6 മാസത്തിനകം അവൻ ഇവളെ പോലെ പൂർണ്ണ വളർച്ചയിലെത്തും. പിന്നെ അവൻ എത്ര പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കും എന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല എന്നാണ് സ്റ്റീഫൻ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അപ്പുറത്ത് കോള് വരുന്നത്. അതിനെ തുടർന്ന് സേവിയർ ചെന്നൊരു കോൾ അറ്റൻഡ് ചെയ്തു. അതിപ്പോ കാർ ചെക്ക് ചെയ്ത പോലീസുകാരനുണ്ടല്ലോ അയാൾ വിളിച്ചാണ് ഈ കാർ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട്. ഈ സമയം തന്നെ ജോൺ ആണെങ്കിൽ സില്ലിനൊരു ഹോസ്പിറ്റലാക്കി. അവളുടെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് അവൻ അവന്റെ ക്രെഡിറ്റ് കാർഡാണ് അവിടെ സ്വൈപ്പ് ചെയ്തത്. ഇതേ സമയം തന്നെ ഡോക്ടർമാര് സില്ലിനെ പരിശോധിക്കുകയാണ്. അതിനിടയിലാണ് ഡോക്ടർ അവളുടെ പുറത്തൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾക്ക് നല്ല മുറിവ് പറ്റിയതായിരുന്നു. എന്നാൽ പെട്ടെന്ന് അതെല്ലാം ഹീലായി. അത് കണ്ടാൽ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. പക്ഷെ അവളോട് ആ കാര്യം പറയാൻ തുടങ്ങുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എന്നിട്ട് സില്ല് നേരെ ചെന്ന് പുറത്ത് നിൽക്കുന്ന ജോണിന്റെ അടുത്തേക്കാണ്. അവൾ പറയുന്നത് ആ ഡോക്ടറിനോട് പൊക്കോളം പറഞ്ഞു നമുക്കിനി ഇവിടുന്ന് പോവാന്നാണ്. ഈ സമയം തന്നെ സേവിയറും കൂട്ടരും സില്ല് അവിടെ പാർക്ക് ചെയ്ത ആ കാറിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് അവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കോൾ വന്നത്. അത് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഡോക്ടർ അവരോട് പറയുന്നത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്നാണ്. അയാൾ ആ കാര്യം പറയുമ്പോൾ ലെനോക്സും ലോറിയും ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ സമയം ഡാൻ ആണെങ്കിൽ അവളുടെ കാറിന്റെ അകത്തിരിക്കുകയാണ്. അവൻ അവിടെ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പെട്രോൾ തീർന്നിട്ട് അവൾ അവിടെ വണ്ടി നിർത്തി ഇതുവഴി മുന്നോട്ട് നടക്കുകയായിരുന്നു. ആ കാര്യം അവൻ ബാക്കിയുള്ളവരോട് പറഞ്ഞു. അങ്ങനെ സമയം രാത്രി ആ ജോൺ ഇപ്പൊ സില്ലിനെയും കൂട്ടി ഒരു ഹോട്ടലിൽ റൂം എടുത്തു. എന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവർ രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ എടുത്തു. ആ ക്യാമറയൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര അത്ഭുതമായി. ആദ്യമായിട്ടാണ് അവൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഈ സമയം തന്നെ ലെനോക്സ് ലോറിയും ആ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഡോക്ടർ അയാൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതായത് ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അവളുടെ അസ്ഥികളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവളുടെ ശരീരം തന്നെ ആ അസ്ഥികളൊക്കെ ശരിയാക്കി. ആ കാര്യമാണ് ഡോക്ടർ ഇപ്പോൾ അവരോട് പറയുന്നത്. ഇനിയിപ്പോൾ അവർക്ക് അറിയേണ്ടത് അവൾ ആരാണ് അവിടെ അഡ്മിറ്റ് ചെയ്തതാണ്. അതിനുവേണ്ടി അവർ റിസപ്ഷനിൽ അന്വേഷിച്ചു. ആ ക്രെഡിറ്റ് കാർഡ് പരിശോധിച്ചതിൽ നിന്നും അത് ജോൺ എന്ന് പറയുന്ന ആളാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ ലെനോക്സ് ലോറിയും കൂടെ വേഗം അവരുടെ കാർ കയറി ജോണിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ആ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ആ ഹോട്ടലിൽ സ്വൈപ്പായ കാര്യം അവർ അറിഞ്ഞിട്ടുണ്ട്. ഈ സമയം ജോണും സില്ലും അവിടുത്തെ പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പൂളിലേക്ക് ഇറങ്ങി ഉടനെ തന്നെ അവൾ അവനെ കയറി കിസ് ചെയ്യാൻ തുടങ്ങി. അവളുടെ ആക്രാന്തം കാണുമ്പോൾ അവനാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. നീ എന്തിനാണ് ഇങ്ങോട്ട് ധൃതി പിടിക്കുന്നത്? നമുക്ക് ഇഷ്ടം പോലെ സമയമില്ലേ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അതിനിടയിലാണ് അവർ ഫോൺ ബെല്ലടിച്ച്. അതെടുക്കാൻ വേണ്ടി ജോൺ ആ പൂളിൽ നിന്ന് കയറുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നില്ല. അവൾ അവനെ പിടിച്ചു വെക്കുകയാണ്. ആ കോള് വിളിച്ചത് ലെനോക്സ് ലോറിയായിരുന്നു. അങ്ങനെ വേഗം തന്നെ അവരിപ്പോ ഹോട്ടലിലേക്ക് എത്തി. എന്നിട്ട് അവർ ചെന്ന് വാതിലും മുട്ടി. ആ വാതിലും മുട്ടി സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ അത് ആരാണെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ജോൺ ആ പൂളിൽ നിന്ന് കയറാൻ തുടങ്ങി. എന്നാൽ ഇത്തവണയും സില്ല് അതിന് സമ്മതിക്കുന്നില്ല. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു കുഞ്ഞിനെ വേണം എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോയി. നിനക്കത് വട്ടാണോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അവനത് സമ്മതിക്കുന്നില്ല എന്ന് കാണുമ്പോൾ സില്ല് അവൻ ആ പൂളിലേക്ക് താഴ്ത്തി. ആ താഴ്ത്തുന്നതിനിടയിൽ അവളുടെ രൂപമൊക്കെ മാറാൻ തുടങ്ങി. അവളുടെ ശരീരത്തിനകത്തു നിന്നും ആ ഏലിയൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ആ ജോണിനെ ആ സ്വിമ്മിംഗ് പൂളിൽ മുക്കി കൊന്നു. ഇതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ലെനോക്സ് ലോറി അങ്ങോട്ടെത്തി. എന്നാൽ അവിടുത്തെ കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. സ്വിമ്മിംഗ് പൂളിനകത്ത് നിറയെ ചോര. മാത്രമല്ല ജോൺ അവിടെ മരിച്ചു കിടക്കുന്നു. ഇനിയിപ്പോൾ അത് നോക്കി എന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല. എന്തായാലും അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് ലോറി അവിടെ നിർത്തി ലെനോക്സ് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് ആ വീട്ടുവളപ്പ് മൊത്തം പരിശോധിച്ചു. എന്നാൽ എവിടെയും അവളെ കാണുന്നില്ല. എന്നാൽ അവനറിയാതെ സില്ല അവനെ ഒരു സ്ഥലത്ത് നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അവളുടെ കണ്ണുകൾ മാത്രം കാണാം. ഈ സമയത്താണ് അവിടുത്തെ മരത്തിന്റെ മുകളിൽ നിന്നും ഒരു അണ്ണാൻ നേരെ ലോറിയുടെ മേലേക്ക് ചാടുന്നത്. അവൾ പേടിച്ച് ഉറക്കം നിലവിളിച്ചു പോയി. ആ നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് സേവിയറും കൂട്ടരും അങ്ങോട്ട് വന്നു. അവർ നോക്കുമ്പോൾ അത് വെറും അണ്ണാനാണ്. അങ്ങനെ അവിടെ പരിശോധിച്ചതിന് ശേഷം അവൾ എന്തായാലും ഇവിടെ വിട്ട് പോകാൻ ചാൻസ് ഇല്ല എന്നും പറഞ്ഞിട്ട് സേവിയറും കൂട്ടരും അകത്തേക്ക് പോയി. അതിൽ ഈ സമയം ഡാൻ എന്തൊരു സംശയം. അവൻ അവിടെ തന്നെ കുറച്ച് സമയം നിന്നു. ഈ സമയം ഇതെല്ലാം ആ സില്ലോ അവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അവളിപ്പം ആ മനുഷ്യരൂപത്തിലേക്ക് തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ സെർച്ചിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തൊരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. നേരത്തെ സില്ലും ആ ജോണും തമ്മിൽ എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ, അതിപ്പം അവർക്ക് അവിടെ നിന്ന് കിട്ടി. എന്നാൽ ഈ ഒരു ഫോട്ടോയിലും അവളുടെ മുഖം മാത്രം ക്ലിയർ അല്ല. മാത്രമല്ല അവിടെ പരിശോധിച്ചതിൽ നിന്നും ജോണും സില്ലും തമ്മിലൊരു സെക്ഷൽ റിലേഷനൊന്നും നടന്നിട്ടില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവൾ അടുത്ത ആളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ അവളെ പിടിക്കണം. അതാണ് അവരുടെ പ്ലാൻ. എന്നാൽ ഈ സമയം തന്നെ സില്ലാണെങ്കിൽ ഒരു കാർ അടിച്ചു മാറ്റിയിട്ട് ആ സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് വണ്ടി അവിടെ നിർത്തി അവൾ സേവിയറിനെ കൂട്ടി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഈ സില്ലിന് മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. സേവ്യർ എന്ത് കാര്യം സംസാരിച്ചാലും അയാളുടെ ചുണ്ടനക്കത്തിലൂടെ അയാൾ എന്താണ് പറയുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലാവും. അവൾ ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്തെടുത്തൊരു കാര്യമാണത്. ഇപ്പൊ സേവ്യർ ബാക്കിയുള്ളവരോട് പറയുന്നത്, എന്തായാലും ഇന്ന് നിങ്ങൾ പോയി കിടന്നുറങ്ങ്, നാളെ രാത്രി നമുക്ക് ആ ക്ലബിലേക്ക് പോവാം, അവൾ ഉറപ്പായിട്ട് അവിടെ തന്നെ കാണും. അയാൾ പറഞ്ഞതൊക്കെ കാറിലിരിക്കുന്ന സില്ലിനും മനസ്സിലായി. അങ്ങനെ ആ കാര്യങ്ങളും പറഞ്ഞ് സേവ്യർ ഇപ്പൊ അയാളുടെ കാറിന്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് സ്റ്റീഫൻ ഒരു കാര്യം പറയുന്നത്. അവൾ കഴിഞ്ഞ ദിവസം ആ ക്ലബിലേക്ക് പോയതല്ലേ, അതുകൊണ്ട് ഇനി അവൾ അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട് സ്റ്റീഫൻ, അവൾ ഈ സിറ്റിയിലേക്ക് വന്നിട്ട് വെറും 2 ദിവസമായിട്ടുള്ളൂ. അവൾക്ക് ആകെ അറിയാവുന്നത് ആ ക്ലബ്ബാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് അവൾ അങ്ങോട്ട് തന്നെ പോകും. നമുക്ക് അവിടെ വെച്ചിട്ട് അവളെ പിടിക്കാം എന്നാണ് സേവ്യർ പറയുന്നത്. അങ്ങനെ അവിടുത്തെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് സേവ്യറും കൂട്ടരും അവരുടെ വണ്ടി എടുത്തിട്ട് നേരെ ഹോട്ടലിലേക്ക് വിട്ടു. ഇതെല്ലാം നോക്കിക്കൊണ്ട് സില്ലു അവിടെയുണ്ട്. അവളിപ്പോൾ അവർ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഈ സമയം ലെനോക്സിന്റെ വണ്ടിക്കകത്താണ് ലോറ ഇരിക്കുന്നത്. ഇവര് തമ്മിൽ ഇപ്പൊ ഇഷ്ടത്തിലായി. ലോറ ഇപ്പൊ ലെനോക്സിനോട് പറയുന്നത്, ഒരുപക്ഷെ നമ്മുടെ മനുഷ്യരെ ഇല്ലാതാക്കാൻ ഏലിയൻസ് അയച്ച ഒരു ബയോവെപ്പണാണെങ്കിലോ അവള്. ലോറ അത് പറഞ്ഞപ്പം ലെനോക്സിന് ശരിക്കും ചിരി വന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ ഹോട്ടലിന്റെ പാർക്കിങ്ങിലേക്ക് കയറി. ഈ സമയം അവരുടെ പുറകില് ആ സില്ലുണ്ട്. അങ്ങനെ ഹോട്ടലിലേക്ക് കയറിയതിനു ശേഷം ലെനോക്സ് ഇപ്പൊ അവന്റെ റൂമിൽ പോകാൻ വേണ്ടി ലിഫ്റ്റിലേക്ക് കയറി. എന്നാൽ അവനെ വാതിലടയ്ക്കുമ്പോൾ അവനെ നോക്കിക്കൊണ്ട് സില്ലും വെളിയിൽ നിൽപ്പുണ്ട്. എന്നാൽ അവൻ കാണുന്നില്ല. ഇനിയിപ്പോ കണ്ടാലും അവൻ തിരിച്ചറിയാനും പോകുന്നില്ല, കാരണം ഇവരാരും തന്നെ ഇവളെ കണ്ടിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് അവൾ കാണുന്ന ഒരു സ്വപ്നമാണ്. അതായത് ഇവള് ലെനോക്സിനെ വശീകരിക്കുന്നത്. ആ സ്വപ്നം കണ്ടുകൊണ്ട് അവളിപ്പോ ഒരു വീട്ടിൽ ഞെട്ടി എഴുന്നേറ്റു. അത് മാർലോ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ വീടാണ്. അവൾ കിടക്കുന്ന ബെഡിലായിട്ട് തന്നെ ആ മാർലോനെയും കെട്ടിയിട്ടുണ്ട്. സില്ലിപ്പ് എഴുന്നേറ്റപ്പം മാർലോ ആണെങ്കിൽ നല്ല കരച്ചിലാണ്. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെയാണ് അവളിങ്ങനെ കരഞ്ഞോണ്ട് പറയുന്നത്. അതേക്കുന്ന സില്ലു പറയുന്നത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില ദുസ്വപ്നങ്ങൾ കാണാറുണ്ട്. അവയെല്ലാം തെളിയിക്കുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്നാണ്. പക്ഷെ ഞാൻ ആരാണെന്നോ, എന്നെ ആരാണ് ഇങ്ങോട്ട് അയച്ചതെന്നോ, ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സില്ലു പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, ഇതെന്തിനാണ് എന്നോട് പറയുന്നത്? എന്നെ നീ വെറുതെ വിട്, ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല, ഞാൻ ഇതൊന്നും ആരോടും പറയാനും പോകുന്നില്ല. നീ പറയും മാർലോ, ഞാൻ നിന്നെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നീ എന്നെ ഉപദ്രവിക്കുകയും ചെയ്യും എന്നും പറഞ്ഞിട്ട് അവൾ ചെന്നിട്ട് ഒരു കട്ടർ എടുത്തോണ്ട് വന്നു. അതിനുശേഷം അവൾ ആ കട്ടർ വെച്ചിട്ട് അവളുടെ തള്ളവിരൽ കട്ട് ചെയ്തു. എന്നിട്ട് അതൊരു ബാഗിലേക്ക് ഇട്ടു. എന്നാൽ കട്ട് ചെയ്ത തള്ളവിരൽ അപ്പം തന്നെ വളർന്നു വരികയും ചെയ്തു. ഇതൊക്കെ കണ്ട് മാർലോ ആണെങ്കിൽ പേടിച്ച് ഉറക്കാൻ നിലവിളിക്കാണ്. അങ്ങനെ അടുത്തായിട്ട് സില്ല് കട്ട് ചെയ്യുന്നത് മാർലോന്റെ വിരലാണ്. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അവൾ വേഗം വണ്ടി എടുത്തിട്ട് വെളിയിൽ ഇറങ്ങി. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തി വണ്ടി അവൾ അവിടെ നിർത്തി. അവിടെ നിന്ന് താഴേക്ക് നല്ല താഴ്ചയാണ്. താഴെയായിട്ട് ഒരു ട്രാൻസ്ഫോമറും കാണാം. അവിടേക്കൊന്ന് നോക്കിയതിനു ശേഷം അവൾ നേരെ പോകുന്ന പെട്രോൾ പമ്പിലേക്കാണ്. അവിടെ വെച്ച് 2-3 ക്യാനുകളിൽ അവൾ പെട്രോൾ കളക്ട് ചെയ്തു. അതെല്ലാം വണ്ടിയിലേക്ക് കയറ്റിയതിനു ശേഷം അവൾ വണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ട് പാർക്ക് ചെയ്തു. എന്നിട്ട് ആ വണ്ടി അവിടെ ഇട്ടിട്ട് പെട്രോൾ പമ്പിൽ ചെന്നിട്ട് മറ്റൊരു കാർ അടിച്ചോണ്ട് വന്നു. എന്നിട്ട് അവൾ കളക്ട് ചെയ്ത പെട്രോൾ ഉണ്ടല്ലോ, അതെല്ലാം 2ാമത്തെ വണ്ടിയിലേക്ക് കയറ്റി വെച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ അവൾ ചെയ്തത് അവളുടെ ഒരു പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സമയം രാത്രി. സേവറും കൂട്ടരും ഇപ്പൊ ആ ക്ലബിൽ നിൽക്കാണ്. പക്ഷെ കുറെ നേരമായി അവരോട് ചെക്ക് ചെയ്തിട്ടും അവളെ മാത്രം അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അതിനിടയിൽ ഡാൻ ഇപ്പം എന്തോ സംശയം തോന്നി വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ അവിടെയൊക്കെ പരിശോധിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് സില്ല് അവന്റെ മുമ്പിലേക്ക് വന്നത്. ഇവളെ ഡാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും അവളെ കണ്ടപ്പോൾ തന്നെ അത് സില്ലാണ് എന്ന കാര്യം മനസ്സിലായി. അതോടെ തന്നെ അവൻ വേഗം ചെന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ വിളിച്ചു. ഇത് തന്നെയായിരുന്നു അവൾക്കും വേണ്ടത്. ഈ സമയം അവൾ നേരെ ഓടി അവളുടെ കാറിലേക്ക് കയറി. ആ കാറിനകത്ത് തന്നെ മാർലോയും കടത്തിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ വണ്ടി എടുത്തു. അതിനെ തുടർന്ന് സേവ്യറും കൂട്ടരും അവൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവൾ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഹെലികോപ്റ്റർ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ സില്ല് നേരെ ഓടിച്ചു പോകുന്നത് അവൾ നേരത്തെ കണ്ട ആ ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ, ആ താഴ്ചയിലുള്ളത് അവിടേക്കാണ്. വളരെ വേഗത്തിൽ അതിന്റെ അടുത്തേക്ക് ഓടിച്ചതിന് ശേഷം ആ ട്രാൻസ്ഫോമറിൽ ചെന്ന് വണ്ടി ഇടിക്കുന്നതിന് മുമ്പ് അവൾ വെളിയിലേക്ക് ചാടി. അതിനെ തുടർന്ന് ആ വണ്ടി മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചു. ഇതെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന ലെനോക്സും ലോറയും കാണുന്നുണ്ട്. അപ്പൊ സില്ലിന്റെ പണി തീർന്നു എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയമ്പോഴേക്ക് ഹെലികോപ്റ്റർ വന്ന് അവരുടെ വക 2 മിസൈലും ഫയർ ചെയ്തു. ഈ പരിപാടിയൊക്കെ അവിടെ നടക്കുന്ന സമയം സില്ലാണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പായി അവളുടെ മറ്റേ വണ്ടിയുടെ അടുത്തേക്ക് എത്തി. ഇതേസമയം തന്നെ പോലീസുകാരെല്ലാം അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഒരു പോലീസുകാരനെ കഷ്ണം വിരലിട്ടി. അയാളിപ്പോ വേഗം വന്ന് അത് സേവ്യറിനെയും കൂട്ടി കാണിച്ചു കൊടുത്തു. അത് ഡോറിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയതായിരിക്കും എന്നാണ് അവർ വിചാരിച്ചത്. ഇനിയിപ്പോ അതിന്റെ DNA ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സില്ലു മരിച്ചോ ഇല്ലയോ എന്ന കാര്യം അവർക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇത് തന്നെയായിരുന്നു സില്ലിനും വേണ്ടിയിരുന്നത്. അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം ഇനിയിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് സേവ്യർ അവിടെ നിന്ന് പോയി. എന്നാൽ ഡാനും കൂട്ടർക്ക് എന്തോ ഒരു സംശയം, സില്ല് ഇതുവരെ മരിച്ചിട്ടില്ല എന്ന്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഡാനും കൂട്ടി ഇപ്പൊ റെസ്റ്റോറന്റിൽ കൂടിയിരിക്കുകയാണ്. കുറച്ച് സമയം അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം എന്നാൽ ഞാൻ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ലോറ അവിടുന്ന് പോയി. ഈ സമയം അവിടെ ഇരുന്ന് മദ്യപിക്കുന്നത് ലെനോക്സും സ്റ്റീഫനും ആണ്. എന്നാൽ ഡാൻ മദ്യപിക്കത്തില്ല. അവൻ ആ കാര്യം പറഞ്ഞെങ്കിലും അവൻ അറിയാതെ ബ്ലാക്ക് ടീ കോക്ടെയിൽ ആണെന്ന് പറഞ്ഞിട്ട് അവരവന് മദ്യം കൊടുത്തു. പാവൻ ഡാൻ ആണെങ്കിൽ അറിയാതെ അതെടുത്ത് കുടിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം എന്നാൽ ഞാൻ അവളുടെ റൂമിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ലെനോക്സ് നേരെ ലോറയുടെ റൂമിലേക്ക് പോയി. അങ്ങനെ അവൻ ലോറയുടെ റൂമിലേക്ക് ചെന്ന് വാതിലടച്ചതിന് ശേഷം സില്ല് അങ്ങോട്ട് വന്നു. അവളിപ്പോ നേരെ സ്റ്റീഫന്റെ റൂമിലേക്കാണ് കയറിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് സ്റ്റീഫനും അങ്ങോട്ട് വന്നത്. പക്ഷെ ഇത് സില്ലാണെന്നുള്ള കാര്യമൊന്നും ഇവന് മനസ്സിലായിട്ടില്ല. നീ എന്താ അവിടെ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നത്, ഞാൻ കുറെ നേരമായിട്ട് നിന്നെ വാച്ച് ചെയ്യായിരുന്നു, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞിട്ട് അവൾ അവനെ വശീകരിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സ്റ്റീഫന്റെ ലൈഫിൽ ഇതുവരെ പെണ്ണുങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരം അവൻ പാഴാക്കിയതുമില്ല. ഈ സമയം തന്നെ ഡാൻ ആണെങ്കിൽ അവന്റെ റൂമിൽ കിടക്കാണ്. അതിനിടയിലാണ് അവനൊരു സംശയം, സ്റ്റീഫൻ എന്തോ സംഭവിക്കുന്നുണ്ട്. അവൻ അതൊക്കെ സെൻസ് ചെയ്യാൻ തുടങ്ങി.
അതായത് അവനും അവളും കൂടെ ഇപ്പൊ റൂമിലുണ്ടെന്ന്. എന്നാൽ നേരിട്ട് അവൻ അങ്ങോട്ട് ചെന്ന് നോക്കാൻ ധൈര്യമില്ല. അതുകൊണ്ട് ആ കാര്യം പറയാൻ വേണ്ടി അവൻ വേഗം ലോറയുടെ റൂമിലുള്ള ലെനോക്സിനെ ചെന്ന് വിളിച്ചു. ലെനോക്സ് വാതിൽ തുറന്നപ്പം ഡാൻ കാര്യം പറയുകയും ചെയ്തു. അതായത് സ്റ്റീഫനും സില്ലും ഇപ്പൊ സെക്ഷൽ റിലേഷനിലാണെന്ന്. അതിനെ തുടർന്ന് അവരെല്ലാവരും ചെന്നിട്ട് വാതിൽ ചവിട്ടി പൊളിച്ചു. എന്നാൽ വാതിൽ ചവിട്ടി പൊളിച്ചതും അപ്പൊ തന്നെ സില്ല് വെളിയിലേക്ക് ചാടി. റൂമിന്റെ അകത്തേക്ക് കയറി നോക്കിയപ്പം സ്റ്റീഫൻ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ അവിടേക്ക് ഒന്ന് നോക്കിയതിനു ശേഷം ലെനോക്സും കൂട്ടരും ഇപ്പൊ സില്ലിനെ അന്വേഷിച്ചിറങ്ങി. അവളിപ്പോ പ്രഗ്നന്റ് ആയിട്ടുണ്ട് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. അവൾ പ്രസവിക്കുന്നതിന് മുമ്പ് അവളെ കൊന്നുകളയണം, ഇല്ലാന്നുണ്ടെങ്കിൽ പണിയാണ്. അങ്ങനെ അവർ നേരെ ബേസ്മെന്റിലേക്ക് എത്തി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർ കാണുന്നത് മെറ്റലിന്റെ ഒരു വാതിൽ തുളച്ചുകൊണ്ടാണ് അവൾ അതിൽ പോയിരിക്കുന്നത്. അതിൽ നിന്ന് അവൾ എത്രത്തോളം പവർഫുൾ ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ ലെനോക്സും കൂട്ടിനും ചെന്ന് അവരുടെ കാറിൽ നിന്ന് തോക്കുകളും കാര്യങ്ങളും എടുത്തു. എന്നിട്ട് വേഗം തന്നെ അവൾ പോയ വഴി പോവാണ്. അവൾ നേരെ അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് വേറൊരു പ്രശ്നം. സാധാരണ ഈ വഴിയൊക്കെ സെൻസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത് ഡാന്റെ പണിയാണ്. എന്നാൽ ഇപ്പോൾ അവൻ മദ്യപിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ പറയുന്നൊന്നും കറക്റ്റ് ആവുന്നില്ല. അങ്ങനെ അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തിയതിനു ശേഷം അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞു. എന്നാൽ ഡാൻ മാത്രം എങ്ങോട്ടും പോകുന്നില്ല. അവൻ എന്തോ ആലോചന അവിടെ നിൽക്കുകയാണ്. അതിനിടയിലാണ് ആ വെള്ളത്തിലായിട്ട് ചില കുമിളകൾ പൊങ്ങുന്നത് കാണുന്നത്. അവൻ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഈ സമയം സേവിയർ ആണെങ്കിൽ അയാളുടെ കയ്യിലുള്ള തോക്കും പിടിച്ച് വേറൊരു വഴിയിലൂടെ നടക്കുകയാണ്. പെട്ടെന്നാണ് ആ വെള്ളത്തിൽ നിന്നും സില്ല് മുകളിലേക്ക് ചാടി വരുന്നത്. അവളിപ്പം ആ ഏലിയന്റെ രൂപത്തിലാണ്. അങ്ങനെ വേഗം തന്നെ അയാളെയും പിടിച്ച് അവൾ വെള്ളത്തിന്റെ അടിയിലേക്ക് തന്നെ പോയി. ശബ്ദം കേട്ട് ബാക്കിയുള്ളവർ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ സേവിയർ ആ വെള്ളത്തിൽ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ അവർ 3 പേരും പിന്നെ അവളെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എവിടെയും അവളെ കാണുന്നില്ല. എന്നാൽ അവരൊരു ഭാഗത്തൂടെ നടക്കുമ്പോൾ സില്ല് ഇപ്പോൾ അവരുടെ മുകൾ ഭാഗത്താണ് നിൽക്കുന്നത്. അങ്ങനെ അവിടെയൊക്കെ സെർച്ച് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് പെട്ടെന്ന് സില്ല് മുകളിൽ നിന്നും താഴെ വെള്ളത്തിലേക്ക് ചാടിയത്. ആ ശബ്ദം കേട്ടതും അവർ വേഗം ആ ഭാഗത്തേക്ക് എത്തി. പക്ഷെ അവിടെ ചെന്ന് നോക്കിയിട്ട് അവളെ കാണുന്നുമില്ല. അതിനിടയിൽ അവിടെ ഒരു ഗ്യാപ്പ് കണ്ടു. അത് നോക്കിയപ്പോൾ അവൾ അതിന്റെ ഉള്ളിലേക്കാണ് പോയിരിക്കുന്നത് എന്ന കാര്യം ഡാനു മനസ്സിലായി. അവനത് ബാക്കിയുള്ളവരോട് പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് ലെനോക്സ് അവന്റെ കയ്യിൽ ഗണ്ണെടുത്ത് ആ ഭാഗത്തേക്ക് തീ അടിച്ചു. എന്നിട്ട് അവിടെ ആരും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവർ വേഗം ഉള്ളിലേക്ക് കയറി. എന്നാൽ ഈ സമയം സില്ലാണെങ്കിൽ കുറച്ച് താഴെയായിട്ടാണ് കിടക്കുന്നത്. അവളിപ്പോൾ അവളുടെ കുഞ്ഞിന് ജന്മം കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് സെർച്ച് ചെയ്ത് ലെനോക്സും കൂട്ടിപ്പോൾ താഴ്ഭാഗത്തേക്ക് എത്തി. എന്നാൽ അവിടെ അവളെ കാണുന്നില്ല. അത് നല്ല വിസ്താരമുള്ള ഒരു സ്ഥലമായിരുന്നു. എലികളൊക്കെ അതിൽ ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ ഡാനിനെയും ലോറെ അവിടെ നിർത്തിയതിനു ശേഷം അവൾ അവിടെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ലെനോക്സ് കുറച്ച് മുമ്പിലേക്ക് നടന്നു. ഈ സമയം ഞാൻ അപ്പുറത്തൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഡാൻ കുറച്ച് മുകളിലേക്ക് കയറി. എന്നിട്ട് അവൻ അവിടെയുള്ള ഒരു പാറയിൽ പിടിച്ച് മുകളിലേക്ക് പൊങ്ങി നോക്കിയപ്പം ഒരു കുട്ടിയാണ് അവൻ കണ്ടത്. സില്ല് പ്രസവിച്ചിരിക്കുന്നു. കുട്ടി ജനിച്ചപ്പോൾ തന്നെ അതിന് 2-3 വയസ്സ് പ്രായമായി. ഈ സമയത്ത് ആ കുട്ടി എഴുന്നേറ്റു. അതൊരു ആൺകുട്ടിയാണ്. അവന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഈ സമയത്താണ് ഒരു എലി അതിലെ പാസ് ചെയ്ത്. അത് കണ്ടതും അവൻ അവന്റെ നാക്ക് നീട്ടിയിട്ട് ആ എലിയെ പിടിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിനെ കഴിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ ആ എലിയെ തിന്ന് കഴിയുമ്പോഴാണ് ഡാൻ അവന്റെ അടുത്തേക്ക് വന്നത്. അത് കണ്ടതും അവൻ അവന്റെ നാക്ക് പിന്നെയും നീട്ടി. അതോടുകൂടെ ഡാൻ താഴേക്ക് വീണുപോയി. അവൻ താഴേക്ക് വീണത് കാണുമ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി ലോറ അങ്ങോട്ട് വന്നു. എന്നാൽ കാൽ വഴുതി അവൾ വെള്ളത്തിലേക്ക് വീണു. ഈ സമയം ഡാൻ ആണെങ്കിൽ എങ്ങനെയൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവൻ അങ്ങോട്ട് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ കുട്ടി അവിടെ കാണുന്നില്ല. ഇവനിത് എവിടെ പോയി എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കുട്ടി അങ്ങോട്ട് ചാടി വന്നത്. അതിപ്പോ ഏലിയൻ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ അതിപ്പോ ഡാന്റെ അടുത്തേക്ക് ചാടിയതും അവൻ അതിന് നേരെ ഷൂട്ട് ചെയ്തു. തീയാണ് അടിച്ചത്. അതോടുകൂടെ ആ ജീവിയോടും തെറിച്ചുപോയി. എന്നാൽ ആ ഫോഴ്സിൽ ഡാനും താഴേക്ക് വീണു. പക്ഷെ ഭാഗ്യത്തിന് അവനവിടുത്തെ പാറയിൽ പിടുത്തം കിട്ടി. അവരിപ്പോ അവിടെ തൂങ്ങി നിൽക്കുകയാണ്. അങ്ങനെ കുട്ടി കത്തിപ്പിടിച്ച് കാണുമ്പോൾ സിൽ അങ്ങോട്ട് വന്നു. അവൾ വല്ലാത്തൊരു ദേഷ്യത്തോടെ ഉച്ചത്തിൽ അലറി. ആ അലർച്ച കേട്ടപ്പം ലെനോക്സ് അങ്ങോട്ട് ഓടി. ഈ സമയം ലോറ വെള്ളത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് അവർക്ക് കയറി വരാൻ പറ്റുന്നില്ല. ഡാൻ ആണെങ്കിൽ അവിടെ പാറയിൽ തൂങ്ങി കിടക്കാണ്. അതിനിടയിൽ ഇവരെ അന്വേഷിച്ചുകൊണ്ട് സിൽ അതിനെ നടക്കുന്നുണ്ട്. അങ്ങനെ ലെനോക്സ് വേഗം തന്നെ ഒരു പാറയുടെ ഇടയിലൂടെ അവരുടെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് മുകളിലൂടെ വന്ന് സിൽ അവളുടെ ടെന്റക്കിൾ നീട്ടി അവനെ പിടിച്ചത്. ഈ സമയമാകുമ്പോഴേക്കും ലോറ അവിടുന്ന് മുകളിലേക്ക് കയറി. അതിനിടയിൽ ലെനോക്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവനെ ടെന്റക്കിൾ കട്ട് ചെയ്തു. അതോടുകൂടെ അവൻ താഴേക്ക് വീണു. എന്നാൽ അവന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ടെന്റക്കിളിന് ഇപ്പോഴും ജീവനുണ്ട്. അതുകൊണ്ട് അവൻ വേഗം തന്നെ ദൂരെ അപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം അവിടുന്ന് എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴാണ് സില്ല് വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അത് കാണുമ്പോൾ അവൻ തോക്കെടുത്ത് അവൾക്ക് നേരെ ഇങ്ങനെ തുരുതുര വെടിവെക്കുകയാണ്. അതോടുകൂടെ അവൾ ആ വെള്ളത്തിലേക്ക് വീണു. ആ ഏരിയയിൽ ഓയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ കത്തിപ്പിടിച്ച തീ ഇപ്പോഴും കെട്ടിട്ടില്ല. ആ തീയിലേക്കാണ് അവൾ ചെന്ന് വീണത്. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇപ്പോഴും ഡാൻ ആണെങ്കിൽ അവിടെ തൂങ്ങി നിൽക്കുകയാണ്. അതിനിടയിൽ സില്ലും ലെനോക്സും വന്നിട്ട് അവന് വലിച്ചു കയറ്റാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് ആ തീയിൽ നിന്ന് പൊങ്ങി വന്ന സില്ല് അവന്റെ കാലിൽ കയറി പിടിക്കുന്നത്. അതിപ്പോ ഡാനെ പിടിച്ച് താഴേക്ക് വലിക്കുകയാണ്. അത് കാണുമ്പോൾ ലെനോക്സ് അവന്റെ തോക്കെടുത്തിട്ട് അവളുടെ തലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്തു. അതോടുകൂടെ അവൾ പൊട്ടിച്ചിതറി പോവാണ്. അങ്ങനെ അവളുടെ പണി തീർന്നപ്പോഴേക്കും അവർ ഡാനെ വലിച്ച് കയറ്റുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്ന് അവൾ മരിച്ചെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അവരവിടെ തിരിച്ചു പോയത്. എന്നാൽ എല്ലാവരും പോയി കഴിഞ്ഞപ്പം ഇവരറിയാതെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു എലി നേരത്തെ ലെനോക്സ് കട്ട് ചെയ്ത ആ ടെന്റക്കിൾ ഉണ്ടല്ലോ, അത് ഭക്ഷിച്ചു. അത് ഭക്ഷിച്ചു കഴിഞ്ഞതിനെ തുടർന്ന് അതിപ്പോ മ്യൂട്ടേറ്റ് ആയി. ഈ സമയം മറ്റൊരു എലി അങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്ന് ആ മ്യൂട്ടേഷൻ സംഭവിച്ച എലി അതിന്റെ നാക്ക് നീട്ടി അതിനെ പിടിക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിറക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.